കാലം മനുഷ്യ മനസ്സിന് അപ്പുറം നിൽക്കുന്ന ഒരു മഹാപ്രഹേളിക. കാലത്തെ പൂർണ്ണമായും വർണ്ണിക്കുവാൻ ആർക്കാണ് സാധ്യമാവുക? ജീവന്റെ ഗതിയെ, പരിവർത്തനങ്ങളുടെ ഒഴുക്കിനെ കുറിക്കുവാനുള്ള ഒരു ഘടകമായി വേണമെങ്കിൽ കാലത്തെ അല്ലെങ്കിൽ സമയത്തെ പറയാം. സൂര്യന്റെ ഗതി അനുസരിച്ച് വരുന്ന ദിനരാത്രികൾ, ചന്ദ്രൻ അനുസരിച്ച് മാറി വരുന്ന പൗർണമിയും അമാവാസിയും, അങ്ങനെ പലതിന്റെയും അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ക്ലോക്കും കലണ്ടറും എല്ലാം ഉണ്ടായത്. ഇവയുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ജീവിത താളമുള്ളത്. മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഒന്നാണ് വാനനിരീക്ഷണം അഥവാ ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി. ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്ര ശൃംഖലകളും ശാസ്ത്രജ്ഞർക്കും കണ്ടുപിടുത്തങ്ങൾക്കുമെല്ലാം എത്രയെത്ര പുരാതനമായ ചരിത്രങ്ങളാണ് ഉള്ളത്. എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര ഉപകരണങ്ങൾ, എത്രയെത്ര കലണ്ടറുകൾ. ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രവും അതിന്റെ മഹത്വവും വികസനവും എന്നും ഉന്നതിയിൽ തന്നെയായിരുന്നു. കടലിൽ കപ്പലുകൾക്ക് വഴികാട്ടിയായ ധ്രുവ നക്ഷത്രം, ക്രിസ്തുവിന്റെ ജനനത്തെ അറിയിച്ച നക്ഷത്രം, അങ്ങനെ എന്തെല്ലാം അത്ഭുത കഥകൾ. ജ്യോതിശാസ്ത്രം എന്ന മഹാശാസ്ത്രം മനുഷ്യന്റെ പ്രാണഗതിയുമായി സംയോജിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗണിതമായി, ചാർട്ടായി ജ്യോതിഷം എന്ന മഹാശൃംഖല ജന്മമെടുത്തു. ഇത് പ്രാചീന വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായി. ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും മണ്ണുമായി ബന്ധിപ്പിച്ചപ്പോൾ കൃഷിയായി, ഞാറ്റുവേലയായി. ഈ ശാസ്ത്രങ്ങളിലെല്ലാം ഭാരതം വഹിച്ച പങ്കും കണ്ടെത്തലുകളും നിരീക്ഷണ പരീക്ഷണങ്ങളൊന്നും ഒഴിച്ചുകൂടുവാൻ പറ്റാത്തതാണ്. ആര്യഭട്ട, വാഗ്ഭട, സുശ്രുത, ചരക, ഭാസ്കര മഹാഗുരുക്കന്മാരുടെ പേരുകൾക്ക് അന്ത്യമെവിടാണ്. അനവധി കഥകൾ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് മഹാരാജനെ അനുഗമിച്ചുകൊണ്ട് ദില്ലി തെരുവുകളിലൂടെ ഞാൻ നടന്നു. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലൂടെയായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം. യാത്രാവേളയിൽ സന്യാസകാലത്തിന് മുൻപ് അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള DLF സ്ക്വയറും ഡൽഹി അശോക ഹോട്ടലിലേക്കുള്ള വഴിയും അദ്ദേഹം പരിചയപ്പെടുത്തി. കൊണാട്ട് പ്ലേസും രാജ്പഥിലേക്കുള്ള വഴികളും കൺസർവേറ്റീവ് ഫോറസ്റ്റിന് ഇടയിലൂടെയുള്ള നടപ്പാതകളും അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമാണ്. യാത്രാമധ്യത്തിൽ ജന്തർ മന്ദിർ എന്നെ വല്ലാതെ ആകർഷിച്ചു. അത്ഭുതം കൂറുന്ന മിഴികളോടെ ഞാൻ ജന്തർ മന്ദിർ സമുച്ചയത്തിലേക്ക് പ്രവേശിച്ചു. ഭാരതത്തിന്റെ ജ്യോതിശാസ്ത്ര പ്രാവീണ്യത്തിന്റെ കാമ്പ് വിളിച്ചോതുന്ന ഒന്നാണ് ജന്തർ മന്ദിർ. യന്ത്ര മന്ത്ര എന്നതായിരുന്നു ആദ്യ നാമം. പിന്നീടത് ജന്തർ മന്ദിർ എന്ന നാമത്തിൽ എത്തിച്ചേർന്നു. യന്ത്ര എന്നാൽ ഉപകരണം അഥവാ ഇൻസ്ട്രുമെന്റ്, മന്ത്ര എന്നാൽ ഫോർമുലെ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ്. ചുരുക്കി പറഞ്ഞാൽ അളക്കുവാനും അറിയുവാനുമുള്ള ഉപകരണങ്ങളുടെ സമുച്ചയമാണ് ജന്തർ മന്ദിർ. ഇവിടെ ഉപകരണങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നിസ്സാരമായവയല്ല, എന്തെങ്കിലും മെഷീൻസുമല്ല, മറിച്ച് പല ആകൃതികളിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ്. 1724 ജയ്പൂർ കേന്ദ്രമായി ഭരിച്ചിരുന്ന മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ പണി കഴിപ്പിച്ചതാണ് ദില്ലിയിലെ ജന്തർ മന്ദിർ. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും തൽപരനായ രാജാവ് സ്വയം പറഞ്ഞ് പണി കഴിപ്പിച്ചതാണ് ഇവിടെയുള്ള പല യന്ത്രങ്ങളും. ഡൽഹി കൂടാതെ ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി മുതലായ പ്രധാന നഗരങ്ങളിലും അദ്ദേഹം ജന്തർ മന്ദിർ സ്ഥാപിച്ചിട്ടുണ്ട്. ഡൽഹി ജന്തർ മന്ദിറിന്റെ ചുവന്ന നിറമാണ് എന്നെ അതിലേക്ക് ആകർഷിച്ചത്. 4 യന്ത്രങ്ങളാണ് ഡൽഹി ജന്തർ മന്ദിറിൽ ഉള്ളത്: മിശ്രയന്ത്രം, സാമ്രാട്ട് യന്ത്രം, ജയപ്രകാശ് യന്ത്രം, റാം യന്ത്രം. ഗേറ്റ് കയറി ചെല്ലുമ്പോൾ ആദ്യം എത്തുന്നത് മിശ്രയന്ത്രത്തിന്റെ അടുത്തേക്കാണ്. 5 യന്ത്രങ്ങൾ ചേർന്ന് ഉണ്ടായതിനാലാണ് ഇതിന് മിശ്രയന്ത്രം എന്ന് പേര് വന്നിരിക്കുന്നത്. മിശ്രയന്ത്രത്തിന്റെ മുൻഭാഗത്തുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള സ്കെയിൽ ഉള്ളതാണ് കാർക്കാരസിവാലൈ യന്ത്രം. പലതരത്തിലുള്ള അളവുകൾ ഇതിന്റെ സ്കെയിലിൽ കാണാവുന്നതാണ്. സൂര്യാദി നക്ഷത്രങ്ങളുടെയും മറ്റും രേഖാംശം അഥവാ ലോഞ്ചിറ്റ്യൂഡ് അളക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നത്. മിശ്രയന്ത്രത്തിന്റെ കിഴക്കേ ഭിത്തിയിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ളതാണ് ദക്ഷിണോത്രി വൃത്തി യന്ത്രം. നക്ഷത്രങ്ങളുടെ ഉച്ചസ്ഥായിലുള്ള ഉയരം അഥവാ മെറിഡിയൻ ആൾട്ടിറ്റ്യൂഡ് മനസ്സിലാക്കുന്നതിനാണ് ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നത്. 2 വശങ്ങളിലായി ലഘു സാമ്രാട്ട് യന്ത്രവും മുകളിലെ അർദ്ധവൃത്താകൃതിയിലുള്ള ആർക്ക് ഷേപ്പുകളിലായി നിയത് ചക്ര യന്ത്രവും ഒരു വശത്തായുള്ള അഗ്രയന്ത്രവുമാണ് മറ്റു 3 യന്ത്രങ്ങൾ. ഇവ 5ഉം ചേർന്നാണ് മിശ്രയന്ത്രം നിർമ്മിതമായിരിക്കുന്നത്. മിശ്രയന്ത്രത്തിൽ നിന്ന് മുൻപോട്ട് നടന്ന എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് സാമ്രാട്ട് യന്ത്രം. പേരുപോലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള യന്ത്രവും യന്ത്രങ്ങളിലെ രാജാവായി നിൽക്കുന്നതുമാണ് സാമ്രാട്ട് യന്ത്രം.
ബാക്കി യന്ത്രങ്ങളിലെ നിന്ന് വ്യത്യസ്തമായി ഒരൽപ്പം ആഴത്തിലാണ് ഈ യന്ത്രത്തിന്റെ അടിത്തറയുള്ളത്. സാമ്രാട്ട് യന്ത്രം ഒരു സൂര്യഘടികാരമാണ്. ജയ്പൂരിലെ ജന്തർ മന്ദിറിൽ ഉള്ള സാമ്രാട്ട് യന്ത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യഘടികാരമായി കണക്കാക്കുന്നത്. 88 അടി ഉയരം വരുന്ന ജയ്പൂരിലെ സാമ്രാട്ട് യന്ത്രത്തിൽ 2 സെക്കൻഡ് സമയപരിധി വരെ കൃത്യമായി കണക്കാക്കുവാൻ കഴിയുമെന്നാണ് കണ്ടെത്തലുകൾ. സാമ്രാട്ട് യന്ത്രത്തിന്റെ നടുവിലായി കാണുന്നതാണ് ന്യോമോൺ. ഏകദേശം 68 അടി ഉയരമാണ് ഡൽഹി ജന്തർ മന്ദിറിലെ ത്രികോണ ആകൃതിയിലുള്ള ഈ ന്യോമോണിന് ഉള്ളത്. ഒരു ദിവസത്തെ സൂര്യന്റെ സ്ഥാനമാറ്റം അനുസരിച്ച് ഈ കൂറ്റൻ ത്രികോണ ന്യോമോണിന്റെ അഗ്രങ്ങളുടെ നിഴൽ താഴെ അർദ്ധവൃത്താകൃതിയിലുള്ള സ്കെയിലിൽ പതിക്കുകയും വളരെ നേർത്ത കമ്പുകളോ മറ്റോ സ്കെയിലിൽ വെച്ച് കൃത്യമായി സമയം അറിയുവാനും സാധിക്കുന്നതാണ്. സാമ്രാട്ട് യന്ത്രത്തിന്റെ പിൻഭാഗത്ത് എത്തിയപ്പോഴാണ് ന്യോമോന്റെ ഉച്ചയിലേക്കുള്ള പടവുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ യന്ത്രങ്ങൾക്കിടയിലും പലതരത്തിലുള്ള പടവുകളും കവാടങ്ങളും നടപ്പാതകളുമുണ്ട്. അവ നിരീക്ഷകന് അളവുകൾ കൃത്യമായി നോക്കി അറിയുന്നതിനും യന്ത്രങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നതിനും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വേണ്ടിയായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത യന്ത്രമാണ് ജയ്പ്രകാശ് യന്ത്രം. സൂര്യനെ ആസ്പദമാക്കി മറ്റു നക്ഷത്രങ്ങളുടെ സ്ഥാനം കണക്കാക്കുന്നതിനാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. സാമ്രാട്ട് യന്ത്രം കഴിഞ്ഞ മുതൽ എന്നെ ആകർഷിച്ച ഒന്നാണ് രാംയന്ത്രം. ഇതിന്റെ വൃത്താകൃതി ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. മഹാരാജ് ജയ്സിംഗിന്റെ മുത്തച്ഛനായിരുന്ന മഹാരാജ് രാം സിംഗിന്റെ നാമത്തിലാണ് ഈ മന്ത്രത്തിന് രാംയന്ത്രം എന്ന് പേര് വന്നിരിക്കുന്നത്. 2 രാം യന്ത്രങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ യന്ത്രത്തിന്റെ നടുവിലായി സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു തൂണുണ്ട്. ഈ തൂണിന്റെ ഉയരവും സിലിണ്ടർ ആയിട്ടുള്ള ഈ യന്ത്രത്തിന്റെ ഉയരവും ഒന്നു തന്നെയാണ്. അതുതന്നെയാണ് ഈ യന്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരത്തിന്റെ അളവ്. തൂണിന് ചുറ്റുമായി ഒരേപോലെയുള്ള 30 ഉയർന്ന പ്രതലങ്ങളും കാണുവാൻ സാധിക്കും. പകൽ സമയത്ത് തൂണിന്റെ നിഴൽ നോക്കി സൂര്യന്റെ ദിശയെ കൃത്യമായി അറിയുവാനും സാധിക്കും. രാത്രി കാലങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളുടെയും സ്ഥാനവും കണക്കാക്കുവാനും കഴിയും. നക്ഷത്രവും നടുക്കുള്ള തൂണിന്റെ മധ്യവും ചേർത്ത് ഒരു വര വരച്ചതിന് ശേഷം ആ വര നീട്ടി വരച്ചാൽ അത് താഴത്തെ 30 പ്രതലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മുട്ടും. അങ്ങനെ പല നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണ്ടെത്തുവാനും പല ദിവസങ്ങളിലെയും പല സമയങ്ങളിലെയും അവയുടെ ചലനവും ഗതിയും അറിയുവാനും സാധിക്കും. അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിയെ പഠിച്ചാൽ ഒരു ആകാശ മാപ്പ് അല്ലെങ്കിൽ സ്റ്റാർ മാപ്പ് തന്നെ തയ്യാറാക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജന്തർ മന്ദിർ ഒരു അത്ഭുതമാണ്. ഭാരതം ലോകത്തിനു മുൻപിൽ ജ്യോതിശാസ്ത്രത്തിൽ പ്രകാശനം ചെയ്ത ഒരു മഹാ അത്ഭുതം. യന്ത്ര കാഴ്ചകളെല്ലാം കണ്ട് അപ്പുറം എത്തിയപ്പോൾ ഒരു കടലാസിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് എന്റെ ഗുരു എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഡൽഹി അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് പഠിപ്പിച്ച പരിപാലിച്ചു വളർത്തിയ ഭൂമി. കൗതുകം കൂറിയ എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നു. ഹരിയോ മഹാരാജ്, നമ്മളിപ്പോ ഉള്ളത് ഡൽഹിയിലാണ്. അങ്ങയുടെ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡൽഹിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഡൽഹി. എന്താണ് ഡൽഹിനെ കുറിച്ചുള്ള കുറച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ച് നല്ല അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ചീത്ത അനുഭവം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നല്ലത് മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ ആദ്യമായിട്ട് വന്നത് 95 എൻഡിലാണ്. 1995. ഡൽഹി വിട്ടു പോകുന്നത് 2012. വിട്ടുപോയി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇപ്പോഴും വർഷത്തിൽ നിരവധി തവണ വീണ്ടും ഡൽഹി വരാറുണ്ട്. വിട്ടുപോയി എന്ന് പറയാൻ പാടില്ലല്ലോ. ഡൽഹി എനിക്കെന്നും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലെ ഈ പാർക്കുകൾ. എത്ര പ്രാചീന നഗരമല്ലേ. ഇന്ദ്രപ്രസ്ഥം നഗരവും എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ചും കൊണാർട്ട് പ്ലേസ് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പഴമയും പ്രൗഢിയും ഒക്കെ എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിലെ നിരത്തുകൾ, റോഡുകൾ നല്ല വീതി കൂടിയ, പ്രത്യേകിച്ച് സൗത്ത് ഡൽഹിയിലെ റോഡുകൾ, എല്ലായിടവും പച്ചപ്പ്, വലിയ വലിയ വൃക്ഷങ്ങൾ, നിറയെ ചെടികൾ, ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തുമുള്ള വിവിധങ്ങളായ പാർക്കുകൾ, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ചെലവ് തീരെ ചുരുക്കിയും ഇന്റർനാഷണൽ വലിയ വലിയ നഗരങ്ങളിലെ പോലെ എത്ര വേണേ ചെലവാക്കിയും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരമാണ് ഡൽഹി. പൊതുവിൽ ശമ്പളവും മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയിൽ കൂടുതലാണ്.
കാലാവസ്ഥ എക്സ്ട്രീം ചൂടും തണുപ്പും ആണെങ്കിലും നമുക്കതൊരു ബാധയായി തോന്നിയിട്ടില്ല. അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഉപായങ്ങളും ഡൽഹിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ പ്രാചീന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കുത്തബ് മിനാർ, എൻ്റെ കീഴെ ഒത്തിരി വർഷക്കാലം, അക്കാലത്ത് അവിടെ ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, തുറന്നു കിടക്കായിരുന്നു, ഒരു പാർക്ക് മാത്രമായിരുന്നു കേവലം. അക്കാലത്ത് അവിടെ പ്രത്യേകിച്ചും ജിതേന്ദ്ര ഭരദ്വാജുമായിട്ടുള്ള ആധ്യാത്മിക ചർച്ചകൾ, കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ നടത്തിയുള്ള ചർച്ചകൾ, ഇതിനെപ്പറ്റിയൊക്കെ പ്രത്യേകിച്ച് ഓർമ്മയുണ്ട്. ഈ ഡൽഹിയെ പറ്റിയുള്ള നല്ല ഓർമ്മകളിൽ ചിലതാണ്. അത് പങ്കുവെക്കാനാണെങ്കിൽ ഒത്തിരിയേറെ അനുഭവങ്ങളെ പറ്റി പറയേണ്ടി വരും. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്താം. ഡൽഹി അങ്ങയുടെ കാലത്ത് അല്ലെങ്കിൽ സാധനയെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഗുരുദേവനെ കണ്ടുമുട്ടുന്നത് ഡൽഹിയിലെ ജോലിക്കാലത്തിനിടയ്ക്കാണ്. അതിന് മുമ്പും പിമ്പും എക്കാലത്തും ഡൽഹി എൻ്റെ സാധനാഭൂമി തന്നെയായിരുന്നു. 95 വരുമ്പോഴും അന്നും ഡൽഹിയിൽ നജഫ്ഗഡ് ഏരിയയിൽ, ഹരിയാനയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, അവിടവും ധ്യാനത്തിനും ആധ്യാത്മിക പഠനത്തിനുമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഗുരുദേവനെ കണ്ടുമുട്ടിയ ശേഷവും നമ്മുടെ ആധ്യാത്മിക സാധനങ്ങളൊക്കെ തുറന്നു വന്നതും ഡൽഹി വെച്ച് തന്നെയാണ്. അവസാനം എൻ്റെ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും അഘോര വൃത്തിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ഡൽഹി വെച്ച് തന്നെയാണ്. ഡൽഹി നമ്മുടെ സാധനയിൽ വലിയൊരു പങ്ക് വഹിച്ച നഗരമാണ്. അങ്ങനെ ജന്തർ മന്ദിറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. മഹാരാജ് പകർന്നു തന്ന ആശ്ചര്യങ്ങളും ആനന്ദവും നിറഞ്ഞ ഡയറി താളുകളുമായി ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.